ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ് അവർക്ക് മുട്ട കൊടുക്കുന്നത്. എന്നാൽ എല്ലാ അമ്മമാരുടെയും സംശയമാണ് എപ്പോൾ മുതലാണ് കുട്ടികൾക്ക് മുട്ട കൊടുത്തു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ആദ്യമായിട്ട് മുട്ട കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികൾക്ക് 8 മാസം മുതൽ നമുക്ക് മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് മുട്ട കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തു നോക്കുക. അവർക്ക് അലർജിയോ മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. ആദ്യമായിട്ട് കൊടുക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് അതിൻ്റെ മഞ്ഞക്കരു കൊടുക്കുക. എഗ് യോക്ക് ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 1 വയസ്സാവുന്ന ടൈം ആകുമ്പോഴേക്കും അവർക്കൊരു ഫുൾ എഗ്ഗ് തന്നെ നമുക്ക് കൊടുത്ത് ശീലിപ്പിക്കാം. ഏത് പുതിയ ഫുഡും കുട്ടിക്ക് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ 3 ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു നോക്കണം. എന്നാലേ കുട്ടിക്ക് എന്തെങ്കിലും അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. മുട്ട കുട്ടികൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ളൊരു സൂപ്പർ ഫുഡാണെന്ന് തന്നെ പറയാം. ഇതിൽ വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും അവരുടെ ലിവർ ഫങ്ഷനിങ് നന്നായി നടക്കുന്നതിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. മുട്ടയിൽ അടങ്ങിയിട്ടുള്ള കോളിന് തലച്ചോറിൻ്റെ വികസനത്തിനും ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും. മുട്ടയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മുട്ടയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ കുട്ടിയുടെ മുടി വളരുന്നതിനും നഖത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കും. മുട്ടയിൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുട്ടികളിൽ ഏകാഗ്രതയും ഊർജ്ജനിലയും വർദ്ധിക്കുന്നതിനും കുട്ടികളിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.